അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു പാലം പണിയണം. മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ കല്ലിടുമോ? കല്ലിടില്ല. കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം. ബജറ്റ് പ്രൊവിഷൻ വേണം, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പ്ലാൻ തയ്യാറാക്കണം, അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം, പിന്നെ ടെൻഡർ ചെയ്യണം, വർക്ക് അവാർഡ് ചെയ്യണം. ഇതങ്ങനെ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത്. കാരണം ഒരു പാർട്ടിയല്ല ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ആരും എടുക്കാൻ തയ്യാറല്ല, എല്ലാവരും മാറി. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ്. ഏറ്റവും തടസ്സമായി നിന്നിരുന്ന എല്ലാ തടസ്സം മാത്രമല്ല പാരിസ്ഥിതിക അനുമതി, അവിടെ സമരം. കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും, ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും. അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള 475 കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി. കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ, ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, ഗവൺമെൻറ്റും അവരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാമെന്നാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. 2019 റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാമെന്നാണ്. 2025 ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മാത്രം പണിത് വെച്ചാൽ പോരാ. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അതിനുവേണ്ടി ഒന്നും ചെറുവിരൽ അനക്കിയിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഒന്നും. അത് സ്വാഭാവികമായ തുടർച്ച. അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴെല്ലാം സമയം നീട്ടിക്കൊടുക്കുക, ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്തില്ല. 2019 തീർക്കേണ്ടത് 6 വർഷം വൈകിട്ടാണ് തീർക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനാണ് ആരോപണം. പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത്? ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്വാഗതം ചെയ്തു. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാമല്ലോ, ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ആവശ്യമാണ്, ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി, ഇത് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ തുറക്കുന്നൊരു സംഭവമാണ്, അതിൻ്റെ കൂടെ ഉണ്ടാവും. ഞാനന്ന് പ്രതിപക്ഷ നേതാവിനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ടതിനെ പറ്റി തമാശയുള്ള കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്, കടൽ കൊള്ളയാണ്, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ പോണെന്ന്. ഒരു കണ്ണീരും വീണില്ലല്ലോ, ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ, ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടന്നില്ലല്ലോ. 9 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയായിരുന്നില്ല. അവർ തന്നെ വെച്ചല്ലോ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ? ക്ലീൻ ചീറ്റാണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അടുത്തുള്ള വീട്ടിലെ കാര്യത്തിൻ്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അതാണ്